സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്, വാറണ്ടി കിട്ടത്തില്ലേ? വാറണ്ടി കിട്ടത്തില്ല. എത്ര പേര് ചെയ്തിട്ടുണ്ട്? കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ചെയ്യും, അറിയാൻ മേലാത്തവർ ചെയ്യാറില്ല. അവർ ഈ പറയുന്ന പോലെ അപ്പോൾ ഇതിൻ്റെ പൈസ ആര് കൊടുക്കും? അത് നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് വാഹനത്തിൽ എലി കയറി കഴിയുമ്പോഴത്തേക്കും, അഥവാ എലി കയറിയെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം സ്റ്റാർട്ട് ആകാതെ വരുമ്പോഴൊക്കെ തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ എലി ഓടിപ്പോകുന്നത് കാണാം, അല്ലെങ്കിൽ വയറിങ് വല്ലതൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, അടുത്തുനിന്നുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്നോ ആരെങ്കിലും കൊണ്ടുവന്ന് ഒന്നെങ്കിൽ ആ വയർ കൂട്ടി കണക്ട് ചെയ്ത് നമ്മൾ ഷോറൂംസിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പിന്നെ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇതിലെന്താണ് ഇത്രയും തെറ്റിരിക്കുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനത്തിൽ എന്തെങ്കിലും രീതിക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എലി കടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്കൊരു പ്രശ്നം വരുമ്പോൾ സമയത്ത് നമ്മൾ ആരെങ്കിലും കൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എത്ര പേർക്കറിയാം, നിങ്ങളുടെ വാഹനത്തിൽ ഈ പറഞ്ഞതുപോലെ എലി കടിച്ചു, വയറിങ് പ്രശ്നം വന്നു, ഈ വയറിങ്ങിൻ്റെ ഗേജ് ആയിരിക്കത്തില്ല നമ്മൾ രണ്ടാമത് കണക്ട് ചെയ്യുമ്പോൾ ഇടുന്ന വയറിങ്ങിൻ്റെ ഗേജ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ക്യാൻ കമ്മ്യൂണിക്കേഷൻ വരുന്ന മോഡലായതുകൊണ്ട് ഏതെങ്കിലും ചെറിയ രീതിക്കുള്ള കണക്ഷൻ്റെ പ്രശ്നം കൊണ്ട് പോലും നമ്മുടെ വാഹനത്തിൽ എറർ കോഡ്സുകളെല്ലാം കാണിക്കും. അന്നേരം നമ്മൾ ചെയ്യുന്ന തന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. ഷോറൂമിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയും, വയറിങ് എലി കടിച്ച് നിങ്ങളത് ലൂപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വയറിങ്ങിൻ്റെ ഗേജിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ കൊടുത്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ഫുള്ള് വയറിങ് അസംബ്ലി മാറണം, ഇത്രയും രൂപ വരും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്, വാറണ്ടി കിട്ടത്തില്ലേ? വാറണ്ടി കിട്ടത്തില്ല. കാരണം എക്സ്റ്റേണലായിട്ട് ഇപ്പോൾ എലി കടിച്ച് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു കാരണവശാലും വാറണ്ടി കിട്ടത്തില്ല. അപ്പോൾ ഒരു വയറിംഗ് ഹാർനസ് കിറ്റിനൊക്കെ എത്ര രൂപ വരും? ഡിപ്പെൻസ്. കാരണം പല വയറിംഗ് ഹാർനസ് കിറ്റുകളും നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ട ഒരു കാര്യം, ഒരു മേജർ വയറിംഗ് കിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ വലിയ പൈസ വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. എത്ര പേര് ചെയ്തിട്ടുണ്ട്? കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ചെയ്യും, അറിയാൻ മേലാത്തവർ ചെയ്യാറില്ല. അവർ ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു വയർ കൊടുത്ത് സെറ്റാക്കിയിടും. തെറ്റാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓരോ വർഷം കൂടുന്തോറും വാഹനത്തിൽ എടുത്തിടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. എലി കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻഷുറൻസിൽ പെടാതിരിക്കത്തില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ് നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത് കിട്ടാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി അതിൻ്റെ പണിയൊക്കെ ചെയ്തു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് റിജക്ഷൻ ആകുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു സോളിഡ് പ്രൂഫോ ഒന്നും കാണിക്കാനില്ല. പിന്നെ അടുത്ത് വരുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ഈ വാഹനം നമുക്ക് സർവീസ് സെൻറ്റർ വരെ കൊണ്ടുപോകാൻ പറ്റും? കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാർട്ട് ചെയ്താലല്ലേ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, നമ്മൾ ഈ വാഹനം ഇൻഷുറൻസിന് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിലെ ഫോട്ടോസ് വേണം. ആ ഒരു സാഹചര്യം മാറ്റാനോ കാര്യങ്ങളൊന്നും പാടില്ല. ഈ സാഹചര്യം മാറ്റുക എന്ന് പറഞ്ഞാൽ വയറിങ് വേറെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നേരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഷോറൂം വരെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെയിൻ വിളിക്കാൻ സാധിക്കും. അതായത് ഒന്നെങ്കിൽ ഫ്ലാറ്റ് ബെഡിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ല ഫ്ലാറ്റ് ബെഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പൈസ ആര് കൊടുക്കും? അത് നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് തന്നെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതാണ്. പലർക്കും അറിയാത്ത കാര്യങ്ങളിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലോ ഇതുപോലെ എന്തെങ്കിലും എലി കടിച്ചു വല്ലൊക്കെ പ്രശ്നങ്ങളൊന്നും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് ചെയ്യണം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ വാഹനം ഒരിടത്ത് തട്ടി അതെല്ലാം ലെവലാക്കി കഴിഞ്ഞ് ഇൻഷുറൻസ് അല്ല നമ്മുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, കിട്ടത്തില്ല. കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാൻ പറ്റത്തില്ല എക്സ്റ്റേണലായിട്ട് സംഭവിച്ചാണോ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സർവീസ് സെൻറ്ററിൽ ഇൻഫോം ചെയ്യുക, ക്രെയിൻ സർവീസ് അറേഞ്ച് ചെയ്യുക, ക്രെയിൻ വന്ന് എടുക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ആക്കുക. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്, ചിലർ കിട്ടില്ല എന്ന് പറയും, പക്ഷേ എന്തുകൊണ്ട് കിട്ടില്ലെന്നും കൂടെ ചോദിക്കുക. കാരണം നിങ്ങളുടെ ഇൻഷുറൻസിൽ അതും കൂടെ കവറേജ് വരുന്നതാണ്. ഇത്രയും ലിമിറ്റഡ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ലിമിറ്റ് എമൗണ്ട് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. ആ ലിമിറ്റ് എത്രയാണ് നോക്കുക, ചെറിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഫോട്ടോ വയ്ക്കുക. കാരണം ആ ഒരു ലിമിറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല. അങ്ങനെ ഷോറൂമിൽ തന്നെ കൊടുത്ത് കൃത്യമായിട്ടുള്ള സർവീസിങ് രീതി, അതായത് കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് രീതി തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സന്തോഷം. ഇനി അറിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.